എന്തിനാ അബ്ബാസ് ഇങ്ങോട്ട് വന്നത്? ഇത് അമ്പലല്ലേ, ആളുകൾ കാണൂലേ? എനിക്ക് രമ്യ ഒരു കുഴപ്പമില്ല, ഞാൻ ആൾക്കാർ കണ്ടുവച്ചിട്ട്. എനിക്ക് എന്നോട് അത്ര സ്നേഹം ഉണ്ടായിട്ടാണ് ഞാൻ കാണാൻ വരുന്നത്. എനിക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. പക്ഷെ എന്റെ വീട്ടില് എനിക്ക് ആലോചന നടക്കണേ. എനിക്ക് എത്ര ആലോചന വന്നിക്കണു, ഇത് ഞാൻ മുടക്കിക്കൊണ്ട് ഇത് ബേജാറൊന്നും വേണ്ട. ഇതുവരെ മുടങ്ങിയത് ചൊവ്വാദോഷം കൊണ്ടാണ്. ഇവര് ജാതകം ഒന്നും നോക്കണില്ല. ഇവരെന്നെ കണ്ടിഷ്ടപ്പെട്ട് പോയിക്കണ്. 2 മക്കളുണ്ട്, ഭാര്യ മരിച്ചതാണ്. അപ്പൊ ഇതെന്തായാലും നടക്കും. അതേതായാലും നന്നായി. എനിക്ക് 2 കുട്ടികളുള്ള ആളാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഏതായാലും എന്റെ കല്യാണത്തിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ വെറ്റിലി അടക്കി ഇടിച്ചൂലേ, ആ ഒരല് വലിക്കാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്റെ. എനിക്ക് വെറുതെ ഇരിക്കുമ്പോ മൂപ്പർക്ക് അതൊക്കെ ഇടിച്ചാണ് തൊള്ളിൽ വെച്ച് കൊടുക്കാലോ. എനിക്ക് എന്ത് പറഞ്ഞാലും ഒരു കളിയാക്കലാണ്. നിസാറാക്കി കാണുക. എനിക്ക് എന്നെ ഇഷ്ടാണ്. ഞാൻ എന്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ. അതിനിത് വിഷമിക്കൊന്നും വേണ്ട, അതിനൊരു വഴി ഞാൻ കണ്ടോളാം. അല്ല ബാസേ, ഒരു കാര്യം പറയാട്ടോ. ഞാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരരുത് കേട്ടോ. ആ ഹെഡ് മാഷ് കണ്ടിട്ടുണ്ടോ സംശയമുണ്ട്. ആ ഹെഡ് മാഷ് ഞാൻ അറിയണ്ടല്ലേ, നമ്മളെ സന്തോഷ് മാഷല്ലേ, അതൊന്നും കുഴപ്പമില്ല. എന്നാ ഇപ്പൊ പോയിക്കോ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കിനി പിന്നെ കാണാം. ഞാൻ വീടിന്റെ അടുത്ത് ആക്കി തരാം, ഇതിന് കയറിക്കോ. അത് പറ്റൂല, ആൾക്കാരൊക്കെ കാണും. അച്ഛനൊക്കെ ഉണ്ടാവും അവിടെ. നീ പോയിക്കോ. ആ വീടിന്റെ അടുത്ത് ആ ഒടി വറ്റിന്റെ ഒപ്പം പോരാ കേട്ടോ, അതൊറ്റാക്കി തരാം. നിങ്ങളിപ്പോ കഞ്ഞിനാളെ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇനി പ്രഷർ കൂടിയതാ കുറഞ്ഞതൊന്നും അറിയില്ലല്ലോ. കൂടിയതാണെങ്കിൽ ഇത് ഇപ്പിട്ടിക്കാണ്ട് കുടിച്ചാലോ ഏറില്ലേ കാരം. പ്രഷർ കുറഞ്ഞ തന്നെയാണ് നബീസോ. ഇച്ചേ കജ്ജും കാലും കോയലേ ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവലുണ്ട്. അപ്പൊ ചെക്ക് വെച്ചുമ്പോളേ പ്രഷർ കുറഞ്ഞ മാതിരിക്ക് തന്നെ ഉണ്ടാവില്ലേ. ഇനിയിപ്പോ ഇത് കുടിച്ചാലേ ഒരു സമാധാനം കിട്ടും. എന്നാലും അന്തിക്ക് ഇപ്പൊ പനി കഴിഞ്ഞു, ഇപ്പൊ പഞ്ചനൊന്നുമില്ല. നിങ്ങളിപ്പോ ഇപ്പിട്ട് കഞ്ഞിനാളം കുടിച്ചിക്കാണ്ട് ഇരുന്നാ ശരിയാവൂല. ആ ആസ്പത്രിയിൽ പോയിക്കാണ്ടേ പ്രഷറിന് ഒന്ന് ചെക്ക് ചെയ്താളി. അതിപ്പോ ഇത്ര ഏറൊന്നുമില്ല, ഇതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാണ്ടല്ലേ. അബ്ബാസ് എടുക്കാൻ പോയതടി, എന്നാ ഓനേറ്റേ ആ ആസ്പത്രിയിലൊറ്റൊന്ന് പോയിക്കാണ്ട് ചെക്ക് ചെയ്ത് പോരേന്ന്. അബ്ബാസ് ഇവിടുന്നാണ് ഇറങ്ങിപ്പോയിന്നു. വല്ല പണിയേറ്റുണ്ടോന്നാവോ ഓനെങ്ങനെ നടത്തിയാ മതി നമ്മള്. ഓനക്ക് ഒരു കല്യാണം ഒന്നും നോക്കൊന്നും വേണ്ടേ. നിങ്ങൾ ആ മൈമുട്ടിനോടൊന്ന് പറഞ്ഞു നോക്കീനാ. എനിക്ക് നബീസോ ഓന്റെ കല്യാണക്കാരും പറയല്ലാതെ വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു. മൈമുട്ടിനോടൊന്നും ഞാൻ അത് ചെന്ന് പറയില്ല. എത്ര ഞാൻ മൈമുട്ടിനോട് പറഞ്ഞതാ. മൈമുട്ടിക്കാനെ ഇപ്പൊ പിരാന്തടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഈ വർത്താനം ഇങ്ങനെ പറയുമ്പോ. എത്ര കല്യാണം കൊടുന്നു ഓൻ അത് എന്തായാലും സർവ്വക്കൂല. എത്തപ്പം ഇങ്ങനെ ആയാ കാട്ടുക. ഓന്റെ താഴെയുള്ളതാണ് ഇപ്പൊ സുക്കൂറും സൂറാബി. ഓൽക്ക് 3-4 കുട്ടികളായി. എവിടേക്കേലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു കല്യാണത്തിനോ വിഷയത്തിനോ പോയാൽ അവിടുന്ന് ആൾക്കാർ നിങ്ങൾ അബ്ബാസിന്റെ കല്യാണം ശരിയായില്ലേ ഇങ്ങനെ ചോദിച്ചിട്ട് അത് കേൾക്കുമ്പോ എന്തോ ഒരു സങ്കടം ഉണ്ട് ചെറിയങ്ങള്. സങ്കടച്ചുണ്ട് നബീസോ, എത്ര നമ്മള് കാട്ടണു. നമ്മളെത്തൊരു കുഴപ്പം പറ്റിയെന്ന് വെച്ച് തോണ്ടത്. ഓനെ നിർത്തിക്കാണ്ട് നമ്മളെ സുക്കൂറിന്റെ കല്യാണം നോക്കിയത് ശരിയായില്ല. ഓന്റെ കഴിഞ്ഞിട്ട് നടത്തിയാ മതിയെന്ന് സുക്കൂറിൻ്റെത്. എത്തപ്പോ നിങ്ങൾ ഈ പറയുന്നത്? സുക്കൂറിന് എന്നാ കല്യാണം വന്നപ്പോ നമ്മൾ അത് നടത്തിയതുകൊണ്ട് ഓനേലും പെണ്ണിട്ടി. അല്ലെങ്കിൽ അബ്ബാസിന്റെ മാതിരി 2 ആളും മൂത്ത് നരച്ചിരിക്കണ്ടേ? ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ അബ്ബാസിന്റെ കഴിഞ്ഞിട്ടേ ഇവന്റെ കല്യാണം നോക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലേ 2 ആളും ഇപ്പൊ ഇരുത്തം തന്നെ ഇരിക്കാരോ. അപ്പൊ ഒരാളേലും കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തിന് ഞമ്മക്ക് ഇരിക്കാം. ഞാൻ മിഞ്ഞാനേ കല്യാണത്തിനായപ്പോ നമ്മളെ അബ്ബാസിന്റെ ഒപ്പം നടക്കണ ആ പറമ്പിലെ കുഞ്ഞാനില്ലേ, ഓന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്. ആ കുട്ടികള് വലിയ കുട്ടികളായിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മളെ അബ്ബാസിനെ ഇപ്പൊ പെണ്ണെട്ടിക്കണമെങ്കിൽ നമുക്ക് ഇത്ര വലിപ്പമുള്ള പേരക്കുട്ടികൾ ഉണ്ടാവില്ലെന്നിങ്ങനെ. ഓരോ കുട്ടികളെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നബീസോ. ഏതായാലും ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴേ മൈമുട്ടിനെ കാണുമ്പോ നമ്മളെ അബ്ബാസിന്റെ കല്യാണക്കാരും ഒന്നും കൂടി പറഞ്ഞു നോക്കട്ടെ. ഓനിപ്പോ 10-40 വയസ്സായില്ലേ. ഇനി കുറച്ച് പ്രായമായ പെണ്ണാണെങ്കിലേ ഓന് പറ്റിയുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറയണം. ഇതെല്ലാ സംശയവും മരം വെക്കും. ഇപ്പത്തെ കാലത്ത് എല്ലാവരും ഇരുമ്പാണ് വെക്കണേ. അതെ ചങ്ങായേ, ഈ പിലാവ് വെറുതെ കിട്ടിയാണ്. അല്ലെങ്കിൽ ആരെയും കായ് എടുത്ത് മരം വേങ്ങുമോ? ആരാ ചങ്ങായി എനിക്ക് നല്ലൊരു പിലാവ് വെറുതെയാണ്. എനിക്കെന്താ പിലാന്തുണ്ടോ? അതെന്റെ അമ്മായിമ തന്നാണ്. മാണ്ടാന്ന് പറഞ്ഞിട്ട് 37 വെട്ടിക്കൊടുന്ന് മില്ലില് കൊടുന്നിക്കാണ്ട് വീർന്നിക്കാണ്ട് ഇവിടെ കൊടുന്നിട്ടാണ്. അന്റെ ഒരു ഭാഗ്യം തന്നെ സംശയം ഇങ്ങനത്തെ ഒരു അമ്മായിമാരെ കിട്ടാൻ. എന്റെ പെണ്ണുങ്ങളെ 5ത്തിനായിട്ട് കെട്ടിച്ചാണ്ടാ. എനിക്കൊന്ന് കെട്ടാനിരുന്നു, കണ്ടാൻ കിട്ടേ. എന്റെ ഇളച്ചിനെ കെട്ടാൻ പറ്റിയൊരു ചെറുക്കിജ്. അതിന് എനിക്ക് എന്തായാലും കുഴപ്പമുള്ളത്? ഞാൻ നല്ല ചൊറുക്കില്ലേ? ഇജ്ജ് ചൊറുക്കില്ലാതെ എനിക്ക് ഇളച്ചില്ലടാ എനിക്ക് കെട്ടിച്ചേരാന്. നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയല്ലേ? ഞങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. എന്തായിരുന്നു കാര്യം? ഞാനേ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഈ അഡ്രസ്സിലുള്ള ആളെ നിനക്കറിയാം? കൃഷ്ണൻകുട്ടി, മകൻ രമ്യ, KK വീട്. അത് ഞാൻ അറിയും. എന്റെ 4 വീട് അപ്പുറത്താണ്. കല്യാണക്കാരെ കേൾക്കൂലേ? ആ അതന്നെ. ചെക്കനെ കണ്ടു പോയതാണ്. അപ്പൊ ആ കുടുംബം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു. കുടുംബമൊക്കെ നല്ല കുടുംബമാണ്, കുഴപ്പമൊന്നുമില്ല. പെണ്ണിന് ചൊവ്വാദോഷത്തിന് എന്തോ കുഴപ്പമുണ്ട്. കുറച്ച് കല്യാണമൊക്കെ ഒഴിവായി പോയതാണ്.
അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞാണ്. ജാതകമൊന്നും ഞങ്ങൾ നോക്കണില്ല. എൻ്റെ ഏട്ടൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇപ്പം. ഓൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചാണ്. 2 കുട്ടികളുണ്ട്. രണ്ടാം കല്യാണം തിരക്കടൊന്നുമില്ല. പക്ഷെ ഓര് ചൊവ്വാദോഷം ഇങ്ങനെ പറയുന്നുണ്ട്. പെണ്ണിന് കുറെ കല്യാണം ഒഴിവായി പോയതാണ്. നിങ്ങൾ ശരിക്കൊന്ന് അന്വേഷിച്ചാളി. എന്നാൽ വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ കേട്ടോ. എന്നാ പേപ്പർ എന്നൊക്കെ സമ്മതിക്കണ്ട. ഈ കല്യാണം മുടക്കാൻ പഠിച്ചിറങ്ങിയതാ. കുറെ ഞാൻ മുടക്കിയിരിക്കുന്നു. പക്ഷെ ഈ കല്യാണം മുടക്കലേ എനിക്ക് അത്യാവശ്യമായിരുന്നു. അത് ഇജ്ജ് മുടക്കും വെച്ചറിയാലോ. എന്റെ കൂട്ടുകാരൻ അബ്ബാസിന്റെ ലൈനല്ലോള്. ഓന്റെ കൂട്ടുകാരനല്ലടാ. ഇങ്ങനെയൊക്കെയല്ലേ ഓനെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഞാൻ മോളെ കാണാൻ വരുമായിരുന്നു. സ്കൂളിക്ക് പോവാ? അമ്മാവ ഞാൻ സ്കൂളിലേക്ക് പോവാണ്. ബസ് ഇപ്പൊ വരും. നേരം വൈകി. നിങ്ങൾ വീട്ടിക്ക് പോയിക്കോളി. എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ മോൾക്ക് ഇപ്പൊ വന്ന കല്യാണല്ലേ, അത് മോള് സമ്മതിക്കണം. അമ്മക്ക് വിളിച്ചിരുന്നു, മോള് സമ്മതിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അത് വേണ്ട അമ്മാവ. അയാൾക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ പ്രായമുള്ള ആളുമാണ്. ആ കല്യാണത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണേ വേണ്ട. മോളങ്ങനെ പറയരുത്. അച്ഛൻ അമ്മയൊക്കെ വയസ്സായി വരികയാണ്. ഒരു എണിയും തോണിയൊക്കെ വേണ്ടേ? അവര് നല്ല സ്വത്തുക്കാരാണ്. നല്ല സുഖമായിക്കോടെ ജീവിക്കാൻ. മോള് ഈ കല്യാണത്തിന് സമ്മതിക്കണം. മാമ, ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്കൊന്നും പറയാല്ല. ബസ് വരാനായി. ഞാൻ പോവുകയാണ്. ഞാനാണ്ട് വരാ. അതേ, ഞാൻ അവൾക്കേ ഇസ്മായിലിന്റെ പേരേക്കേ വരുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞാൽ പോയിട്ടില്ല. ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അവള് പൈസ ഇട്ടിട്ടില്ല. എന്നെ കണ്ടീന്നോ? പൈസ കാര്യം പറയാ എന്നോട് പറഞ്ഞ. 20,000 ഉറുപ്പ്യായി അവിടുത്തേക്കാൻ പറട്ടാ. അസല ഇപ്പൊ ആ കാലൊക്കെ പോയിക്കണു. 15 തമ്മൂച്ചിൽ അറിഞ്ഞാണ്ടി. ആയിക്കോട്ടെ. പെൺകെട്ടുകാർ ഇപ്പൊ 20,000 ഒക്കെ വാങ്ങിമുട്ടിയ. അതിപ്പോ ആൾക്കനുസരിച്ചൊക്കെ വാങ്ങും. 20, 25, 30 ഒക്കെ വാങ്ങും. ഇപ്പൊ പറമ്പച്ചവടക്കാര് പങ്കെട്ടുമ്പോ കിരിഞ്ഞാക്കണോ. 25, 30 ഒക്കെയാണ് ഇപ്പൊ ഇത് വാങ്ങണ്ടല്ലേ. ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്റെ ചെക്കനെ അബ്ബാസിനൊരു കല്യാണം നോക്കാന്. ഇത്ര പൈസ ഒന്നും ഞാൻ തരൂല. ചെറിയ വണ്ടിക്കൂലിയൊക്കെ എനിക്ക് തരണ്ട്. ഇത് ഞാൻ തരൂല ചിട്ടായിട്ട് നോക്കാത്ത. അതുകൊണ്ടൊന്നല്ല. കായിന്റെ അമ്മയുള്ള നിങ്ങൾക്ക് ഇനി ഒന്നും വേണ്ടി ഞാൻ ചെയ്തു തരും. പക്ഷെ ഓനെ എത്ര കല്യാണം ഇപ്പൊ ഞാൻ കൊടുന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു കല്യാണം ഉറച്ച പലയുന്നു. ആ കുട്ടി നല്ല ചൊറുക്കുള്ള കുട്ടിയായിരുന്നു. ഇനിയിപ്പോ നടക്കാൻ പണിയാ. കാരണം എന്താ പറയാ, 10 വയസ്സായി പോവാന്. പിന്നെ ഇപ്പൊ 2ാം ഘട്ടമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതും ചിലപ്പോ ഇനി പോവാനെ പറ്റുമെന്നാവും. ഓന് കല്യാണം ശരിയാവാത്തേ ഭയങ്കര വിഷമാണ് പെച്ചും നബീസൂനും. ഓന്റെ താഴെയുള്ള സുക്കൂറിന്റെയും എന്റെ പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞാണല്ലോ. മൂത്തറിങ്ങനെ നിൽക്കുമ്പോഴേ അതൊരു ഇടങ്ങേറ് വാപ്പാക്കുമ്മാക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഓരോരോ കല്യാണം വരുമ്പോഴേ ഓരോ അന്വേഷിക്കും. അപ്പൊ എന്നോട് പറയും, താഴെയൊക്കെ കെട്ടി കുട്ടികൾ മക്കൾ വയ്ക്കണു, എന്താ ഓൻ കെട്ടാതെ ഇങ്ങനെ നിൽക്കണ്ടെന്ന്. ഒരു അസുഖങ്ങളുണ്ട് ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് ആൾക്കാർക്ക്. അങ്ങനത്തെ ഒരു സോക്കട് ഓനില്ല മുട്ടിയെ. എനിക്കറിയില്ല ഇപ്പൊ ഓനെ പറ്റി. കല്യാണം ഓനെ അന്ന് തന്നെ ഇങ്ങനെ ശരിയായില്ല. അപ്പൊ എന്റെ സുക്കൂറിനും പെണ്ണിനും കൂടി ഒപ്പം ശരിയായപ്പോ ഞാൻ അതാണ് നടത്തി. അതൊരു പൊട്ടപ്പോയത്തായി വെച്ച് തോന്നിക്കണു. ഇപ്പോ അന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എന്റെ സുക്കൂറിനും സൂറാബിക്കും കൂടി ആണ്ടും കൊണ്ടൊരു കല്യാണം വന്നിരുന്നു. അതുകൊണ്ട് അതങ്ങനെ നടത്തിയതാണ്. അതുകൊണ്ടപ്പോ ഇപ്പൊ ഇങ്ങനെ നിന്നത്. ആ ഒരു വിഷമച്ചപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയിച്ചു അറിയാം. ഈ ബെന്നുകൾക്ക് അത് അറിയില്ലോ. ഓരതൊക്കെ ഇത് മറിച്ച് എല്ലാവരോടും ചോദിച്ചിട്ട് പോവുള്ളൂ. പിന്നെ എങ്ങനെ ഇപ്പൊ സംഗതി നടക്കുക? ഏതായാലും ഇജ്ജ് എവിടെയല്ലേ നല്ല കല്യാണം ഉണ്ടെങ്കിൽ നോക്കേ. കുറച്ച് ദൂരത്തുനിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇമ്മ അത് അവിടെ അടിച്ചു വരുന്നു. എനിക്കത്തിന് അമ്മാനെ ചായ അടിച്ച അമ്മാണാ. വേ കുടിച്ചൂടെ? സ്കൂളിലാണ്. ഇറച്ചിക്കറിയാ അല്ലെങ്കിൽ മീൻകറിയോ ചെറുപയറേക്കാരോ? നിങ്ങൾക്ക് അറിയില്ലക്ക് ചിക്കൻ കറിയാണ് ഇഷ്ടം. ഇച്ചറിയറിയതോ എനിക്ക് കോഴിക്കറിയെ പറ്റുള്ളൂന്ന്. ഇപ്പപ്പാക്ക് ആ കോഴിക്കറി പറ്റൂല. ഇപ്പപ്പാക്ക് ഈ ഇറച്ചിക്കറിയുള്ളൂ പറ്റുക. നിങ്ങൾ ഈ പെൺകുട്ടികളെ ഈ കോഴി ഇങ്ങനെ തിന്നാലേ വേഗം വളർച്ച എത്തും. അത് നല്ലതൊന്നല്ല. ചിക്കന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാണ്ടാവുള്ളൂ. അബ്ബാസേ, ഇങ്ങോട്ട് വന്നാ എനിക്കിതാ ചായ എടുത്ത് വെച്ചിട്ട് അവിടെ. ചായ എന്നെ കാത്തിക്കാന്നല്ല, ഇജ്ജ് ചായനെ കാത്തിക്കലില്ല. എപ്പോഴായാലും അങ്ങനെ തന്നെ. ഇമ്മമ്മ, ഈ കറിക്ക് സ്കൂൾക്ക് കൂട്ടാനുണ്ടാവാൻ വേണ്ടട്ടോ. തക്കാളിക്കറി ഉണ്ടാക്കിക്കോണ്ടി. കടിലെടുത്ത ദോശ എന്നും ദോശ.
ഓൾക്ക് ചാറ്റിന് കുറ്റം, എനിക്ക് ദോശക്ക് കുറ്റം. 4 ആളുണ്ട്, 4 ആൾക്ക് 4 വില്യാണ്. നിങ്ങളെ പറ്റുന്നത് ഉണ്ടാക്കാൻ ഇവിടെ ഹോട്ടലൊന്നല്ല. എനിക്ക് പറ്റുന്നത് വെച്ചണ്ടി തരാനേ ഒരു പെണ്ണട്ടെ. എന്നോട് ഞാൻ പലപ്പോഴും പറയുന്നതാണല്ലത്. അന്റെ ഒപ്പമുള്ളവർക്കൊക്കെ 3, 4 കുട്ടികളായി. ഇജിപ്പോഴും ഇങ്ങനെ നടക്കുകയാണല്ലോ. എന്തേലും പറഞ്ഞാലേ അപ്പൊ നമുക്ക് പെണ്ണെട്ടിന്റെ വർത്താനാ പറയാനുണ്ടാവുക. പെണ്ണെട്ടാറ് നിൽക്കട്ടെ. എല്ലാവരും പെണ്ണെട്ടിയിട്ടാണ്. നമ്മളെ പ്രധാനമന്ത്രി അടക്കം പെണ്ണെട്ടിയിട്ടില്ല, അയാൾ ജീവിച്ചിട്ടില്ലേ. 40 വയസ്സ് കഴിഞ്ഞ അബ്ബാസെ. എനിക്ക് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊരു കളിയാക്കലാണ്. എന്നും ഞാൻ എനിക്ക് വെച്ചണ്ടി തരാനൊന്നും ഉണ്ടാവില്ല. എന്റെ കാലം കജോളൊക്കെ തിരക്കടുണ്ടാവില്ല. ഇമ്മ ഇങ്ങളെ കാലം കഴിഞ്ഞാലും എന്റെ റിതൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്നെ നോക്കൂലേ? അത് അന്ത്രോന്റെ കുട്ടിയല്ലേ, അവനാനിച്ചിട്ട് ഒന്നും വേണം, എന്നാലെന്നെ ഉള്ളൂ നോക്കുക. പിന്നെ ഇന്നാളാ മൈമുട്ടി കൊടുന്നീന ഒരു കല്യാണ കാര്യം, ആ പെണ്ണിനെ നമുക്ക് പറ്റിയതല്ലേനോ? അതൊന്ന് നോക്ക. എനിക്ക് ആ പെണ്ണിനെ എനിക്കല്ല അമ്മ പറ്റിക്കണ്ട്, നിങ്ങൾക്കാണ് പറ്റിക്കേണ്ടത്. ആ പെണ്ണിന് എന്താ കുഴപ്പടാ? നല്ല ചേലും ചെറുക്കുള്ള പെണ്ണാണല്ലോ അത്. 40 വയസ്സ് എനിക്കും കഴിഞ്ഞു. എന്റെ ഒപ്പം തന്നെ ഇക്കാരെ ഓളും. എന്നാലും ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഉള്ളു കിട്ടുള്ളൂ. ഞാൻ മൈമുട്ടിനോട് പറഞ്ഞാന്ന് ഓർപ്പിച്ചട്ടെ. തിന്നാൻ വന്നിരുന്നാലേ നിങ്ങൾക്ക് ഈ കല്യാണക്കാരൻ തന്നെ പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞോടി മൈമുട്ടിനോട്. എല്ലാത്തിനും ഒരു മൈമുട്ടി ഉണ്ട് പെങ്കട്ടേരം. കല്യാണം നമുക്ക് വേണം നോക്കാം. ഉമ്മമ്മ, മൂത്താപ്പാന്റെ കല്യാണം ശരിയായോ? ഞങ്ങളെല്ലാരും ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കൂട്ടോ. അതിന് റിതോ മൂത്താപ്പ ഒന്ന് കല്യാണത്തിന് സമ്മതിച്ച് കിട്ടണ്ടേ? എന്നിട്ടല്ലേ നിങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ എടുക്കല്? ഇച്ചൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ എന്റെ കല്യാണം ഒന്ന് നടന്ന് കിട്ടാണ്. റിയാസ ലോഡ് എത്തിയല്ലോ, പണിക്കാരൊക്കെ സ്വീപ്പായി നിൽക്കാണ് പണിയില്ലാതെ. ഇതൊന്ന് വിളിച്ചോക്കെ. ഇന്നലെ പുറപ്പെട്ടേക്കണല്ലോ അവിടുന്ന്. കുറെ ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു. ആ ഓവർലോഡ് കയറ്റിയിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടതാണ്. ഞാൻ ഓരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓവർലോഡ് കയറ്റരുത്. ഞാൻ എന്തായാലും 2 ദിവസം കഴിച്ചു ഇവിടെ എത്താനേ. പണിക്കാരോട് 2 ദിവസം ലീവാക്കാൻ പറയേ. നാളെ എത്തിയിട്ടാണ് വിളിച്ചാ. എന്താ സുക്കൂറ ഒച്ചപ്പാടൊന്നും ഇല്ല? കറണ്ട് ഇല്ലേ? കറണ്ടൊക്കെ ഉണ്ടടാ, മരം എത്തിയിട്ടില്ല. ഒരു മിനിറ്റ് ഒന്നും ഒരു കാര്യം പറയണ്ടേ. എന്താ ഇതിനെ ചോദിച്ച്? സുക്കൂറ, ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കത്തട്ടാ. എൻ്റെ കാരനോലെ അബ്ബാസ് ഉണ്ടല്ലോ, എൻ്റെ അയൽവാസി ആ രമ്യനായിട്ടുണ്ട്. ആ സ്കൂട്ടർമ കയറിക്കാണ്ട് പോണു. ഞമ്മക്ക് ചേർന്നൊരു പരിപാടിയല്ല അത്. ഇന്റെ കാരണമല്ല അബ്ബാസോ? ഓനാവൂല, എനിക്ക് ആള് മാറിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയോ? എനിക്ക് എന്താ കണ്ണ് കാണൂല? എന്താ കണ്ണോട്ടനാ? എൻ്റെ അബ്ബാസിനെ കണ്ട എനിക്ക് തിരിച്ചറിയില്ലേ? ആദ്യം ചങ്ങായി ഞങ്ങൾ അയൽവാസികളല്ലേ. ആ നിലയ്ക്ക് ഓള് സ്കൂളിട്ട് വന്നപ്പോഴേ അബ്ബാസ് ചിലപ്പോൾ ബൈക്കുമെന്ന് കയറ്റിയിട്ടുണ്ടാവും. ഇതിന് വലിയ സംഭവം ഇങ്ങനെ പാടി നടക്കണ്ട. ഇജ്ജത് നിസാരായി കാണണ്ട. ഞാൻ 2-3 പ്രാവശ്യം പോലെ കാണുന്നു. നിങ്ങളെല്ലാരും ഒന്ന് സൂക്ഷിച്ചോളി, അതല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. എന്റെ വാക്ക് ഞാൻ വലിയ ഗൗരവത്തിൽ എടുക്കണില്ല. ഇത് പൊതുവെ ഒരു കുത്തിത്തിരിപ്പിട്ട് നടക്കുന്ന ആളാണ്. പിന്നെ ഇന്റെ കാരണവരുടെ അബ്ബാസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇമ്മാതിരി ചണ്ടിത്തരൊന്നും ചെയ്യൂല. ഇനി ഇത് നാട്ടുകാരോട് കൂടുതൽ പറഞ്ഞ് നടക്കണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളെ ഇഷ്ടം പോലൊക്കെ ചെയ്തോളി. ഏയ് ഇവിടെ ആരുമില്ല. മാന ഇജ ആണ്ട് കേറിക്കോ. ആണ്ടിരിക്ക. പെരീനായിരുന്നു. ആ പെരീൻ തന്നെ വരുന്നത്. എങ്ങനെ ഞാൻ ഇവിടെ ഉള്ളപ്പോ അറിഞ്ഞു? ഞാൻ അവിടെ നിങ്ങളെ പെരി പോയി. അപ്പൊ കുടിക്കാലത്തി പറഞ്ഞു ഇവിടെ മോന്റോടെയാണെന്ന്. അപ്പൊ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു പോന്നതാ. മിഞ്ഞാന്ന് കുടിയിരുന്നാണേ. അപ്പൊ ഞാൻ ഇവിടെ പോയി. ഒരു കുട്ടികൾക്ക് ആരുമില്ലല്ലോ, അവിടെ നിൽക്കേ. കുടിക്കാലത്തി അവിടെയാണ്. അവിടെ ചെറിയ മരോട് തെറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആളുണ്ട്. ഇവിടെ നമുക്ക് ആരും ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ പോന്നതേ, നിങ്ങൾ എന്റെ കുട്ടിക്ക് നല്ലൊരു കല്യാണം കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടുവരാണ്ട് കുറെ ചെല്ലാനും വാങ്ങി പോന്നു എന്നല്ലാതെ ഇതുവരെ നല്ലൊരു ആലോചന നിങ്ങൾ കൊടുത്തിട്ടില്ല. പെരീനാണെങ്കിൽ സൈനബ് ഒരു തൊഴിലും തരുന്നില്ല. നിങ്ങൾ കല്യാണം വേഗം നോക്കി അറിഞ്ഞുകൊണ്ട്. കുട്ടിപ്പോ അതന്നല്ലേ ഞാൻ കരുതിയ താഴെയാണ്. താഴെയാണെങ്കിൽ ഇപ്പൊ ഇന്ന് പോന്നാല് ഞമ്മക്ക് നിക്കായത് കൊണ്ട് ആ ജാതി ഈ സമയത്തുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? മൂത്ത കുട്ടീനെ അവിടെ നിർത്തിക്കാണ് ചെറുതിന് കെട്ടിച്ച്. അതിന് 18 വയസ്സാകുന്നുള്ളൂ. എന്റെ അളിയാൻ കാട്ടിയ മാതിരിയെ മൂത്തവനവിടെ നിർത്തിക്കാണ്ട് ചെറുതിനെ കൊണ്ട് പെണ്ണെട്ടിച്ചു. അതൊന്നും ഞാൻ തെറ്റൂല. അത് ശരി, അലയം കാട്ടിമാര് കാട്ടാൻ പറ്റൂല. തന്റെ കുട്ടിക്ക് ഞാൻ കുറച്ച് എന്റെ അറിവിലൊരു 4-5 കല്യാണം ഇപ്പൊ ഞാൻ കൊടുക്കുന്നു. ഒരാൾക്കും ആണ് പറ്റണില്ല. പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ട് 2 കുട്ടികളില് 3 കുട്ടികളില് 50 കഴിഞ്ഞാലൊക്കെ ഉണ്ട്. അതെനിക്കോട് പറ്റൂല. അതിന് തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് മാണി നമുക്ക് നടത്തി കൊടുക്കാം. എത്ര നിങ്ങൾ ഈ പറയേണ്ടത്? എന്നെക്കാളും പ്രായമുള്ള ആളെ ഇപ്പൊ എനിക്ക് മരുവനായി കൊണ്ടുവരേണ്ടത്. പിന്നെ എന്റെ അടുത്തൊരു കല്യാണം ഉണ്ട്. നിങ്ങൾ അതിന്റെ അടിയിലൊന്ന് നിൽക്കുവോ? ഞാൻ അടിയിലെ മുന്നിക്കൊക്കെ മാണി നിൽക്കാനാ. ഏതപ്പോ ഞാൻ അറിയാത്തൊരു കെട്ടിപ്പ് ഇവിടെ ഈ ചുവാട്ട്. അത് പുറത്തൊന്നല്ല, എന്റെ പെങ്ങളെ കുട്ടീന്റെ അല്ല അബ്ബാസ്. ഓനെ കൊണ്ട് എന്റെ കുട്ടീനെ കെട്ടിച്ച എങ്ങനെ ഉണ്ടാവും? അത് കുഴപ്പമൊന്നുമില്ല, സമ്മതിച്ചാൽ 100 വട്ടം നടത്താം. ഇന്നങ്ങളെ എന്റെ അളിയനോട് ചോദിച്ചു കണ്ടേ പെട്ടെന്നൊരു വിവരം തരി.
എന്റെ പെങ്ങളോട് ചോദിച്ചാനേ ചെറിയൊരു മടിയുണ്ട് അതാണ്. അതെ ആളെ ഞാൻ പറഞ്ഞ കേൾക്കും. അത് ഞാൻ ആദ്യം തെരഞ്ഞിച്ചാ ഇപ്പൊ പഴയ നടക്കാൻ തിന്നും പോകാൻ പറ്റില്ല. വണ്ടി വെച്ച് നിമ്പോ കാട് കഴിയും. എത്തായി ബാഗിൽ എത്താനുള്ള രസം കാട്ടിക്കാൻ കുട്ടികളെ വരാറില്ല. അബ്ബാസേ ഇത് കൈവിട്ട കളിയാട്ടാ. ഞാനും കൂടി നീ കൂട്ടുന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും വരുമോ? ഓള് വരലുണ്ടാവില്ലടാ. കുറേ നേരമായില്ല നമ്മൾ കാത്തുക്കൽ തുടങ്ങിയിട്ട്. ഓള് വരും കുഞ്ഞുമോനെ. ഓൾ ഇന്നലെ രാത്രി 1 മണിക്ക് എന്നെ വിളിച്ചാണ് കുറേ വർത്താനം പറഞ്ഞാണ്. ഓൾ നിന്റെ ഒപ്പം പോകുന്നില്ലെങ്കിലേ ഓളും ജീവനെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടത്. അത് പറ്റൂല. ഞാൻ ഏതായാലും ഓളായിട്ട് പോവാണ്. എനിക്ക് ഇതേമാതിരി ഒരു പ്രശ്നം വരൂല. എനിക്ക് പേടി ഉണ്ടായിട്ടില്ല കേട്ടോ അബ്ബാസേ. പക്ഷെ നിങ്ങൾ 2 മതസ്ഥരാണ്. ഇത് കൈവിട്ട കളിയാണ്. നല്ല ഓർക്കണം. ഞങ്ങൾ 2 മതക്കാരാന്നൊക്കെ എനിക്കറിയാം. അത് അറിയായിട്ടൊന്നുമല്ല. ഞാൻ ഓളെ അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതായാലും ഓളായിട്ട് പോവാണ്. ഞങ്ങൾക്ക് മരിക്കോളം എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. ഇജ്ജ് എനിക്കും വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ആ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റന്നേ ഞങ്ങളൊന്ന് കൊണ്ടേ വിട്ടെന്നാൽ മതി. അത് മാത്രം എനിക്ക് ചെയ്തൂടെ? ഇജ്ജ് ഓളായിട്ട് പോവാന്ന് പറഞ്ഞാലേ ഒരു പ്ലാനിങ് ഒന്നുമില്ല. എനിക്കൊരു പ്ലാനിങ്ങും ഇല്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുന്നാണ് പോവുക, അത്രേ ഉള്ളൂ. ഏത് റെയിൽവേ സ്റ്റേഷനാ ഇജ്ജ് പറഞ്ഞേ? ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കൊണ്ടേ വിട്ടെന്നാൽ മതി. തിരൂക്കൊന്നും പറ്റൂല. അവിടെയൊക്കെ നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ എന്നെ ഷൊർണൂർ കൊണ്ട് വിട്ടുതരാം. അവിടുന്ന് ആകുമ്പോൾ എനിക്ക് ഏത് വൈക്കും വേണമെങ്കിൽ പോവാം. അവിടേക്കേലും അടുക്കിച്ചൊന്ന് വിട്ടെന്നാൽ മതി. എന്നെ ഇടജ് പോളെ കൊണ്ടുപോവാണെങ്കിലേ ആ തന്തന്റെ കാര്യം എനിക്ക് ആലോചിച്ചാൽ വയ്യ. അയാൾക്ക് ആ ഒരു മോളുള്ളൂ. അയാളിപ്പോൾ എല്ലാവരും വീട് വായിച്ചറിഞ്ഞ് നടക്കണ്ടേ. അത് വരണട്ടവള് രമ്യജ് എവിടെയും ഇത്ര നേരം ഇത് കേറിക്കാം. സാളം വിട്ടാളെ എന്നാ വിട്ടോ.